വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഒരേ പഞ്ചായത്തിലെ അടുത്തടുത്ത 2 വാർഡുകളിലെ ഒരു പുഴക്കപ്പുറവും ഇപ്പുറമായിട്ടുള്ള വളരെ അടുത്ത 2 സ്ഥലങ്ങളായിട്ട് കൂടി 7 വർഷം മുന്നേയുള്ള ഒരു ന്യൂ ഇയർ ദിവസം വളരെ അവിചാരിതമായി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഇവളുടെ വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുന്ന അന്നായിരുന്നു അത്രയും കാലത്തിനിടയിൽ ഞങ്ങൾ ആദ്യമായി തമ്മിൽ കാണുന്നത്. ഇന്ന് വേണമെങ്കിൽ അതായിരുന്നു എൻ്റെ പെണ്ണ് കാണലെന്ന് പറയാം. ന്യൂ ഇയർ ആയതുകൊണ്ട് പതിവില്ലാതെ രാവിലെ കുളിച്ച് വീടിൻ്റെ മുന്നിലിരിക്കുന്ന സമയത്താണ് പരിചയമില്ലാത്ത 2 പേര് കയറി വരുന്നത്. അന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അതിലൊരാൾ കയറി വരുന്നത് എൻ്റെ ജീവിതത്തിലോട്ടാവും. അന്ന് ആ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, ഈ കുട്ടിയെ കല്യാണം കഴിക്കാൻ കഴിയണമെന്ന്. പിന്നീട് ആ ഇഷ്ടപ്രണയം നേടിയെടുക്കാനുള്ള കഷ്ടപ്പാടുകളായിരുന്നു. ബൈക്കുമായുള്ള കറക്കം, ബസ് സ്റ്റോപ്പിലെ കാത്തുനിൽപ്പ്, ഫേസ്ബുക്കിൽ ID കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ ഓരോന്നോരോന്നായി തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഐതിഹാസികമായ ഒരുപാട് കാട്ടിക്കൂട്ടലുകൾക്ക് ശേഷം ഏതോ ഒരു നിമിഷത്തിൽ ഇവൾ എന്നെ തിരിച്ച് പ്രണയിച്ചു തുടങ്ങി. ദിവസങ്ങൾക്ക് ദൈർഘ്യം കുറഞ്ഞു തുടങ്ങിയ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. പക്ഷേ ആ നാളുകൾക്ക് അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പ്രണയിച്ചു തുടങ്ങി 6 മാസമായപ്പോഴേക്ക് ഇവളുടെ വീട്ടിലറിഞ്ഞു പ്രശ്നങ്ങളായി. മുട്ടിട്ട പ്രണയം ആദ്യമായി വാടിത്തുടങ്ങിയ ദിവസങ്ങൾ. പക്ഷെ പ്രണയിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കത്തുകളിലൂടെയും കൂട്ടുകാർ വഴിയും വല്ലപ്പോഴുമുള്ള കൂടിക്കാഴ്ചകളൊക്കെയായി ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും വീട്ടുകാരുടെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും മാത്രമേ ഒന്നിച്ചു ജീവിക്കുകയുള്ളൂ എന്ന തീരുമാനം ഞങ്ങൾ ആദ്യമേ എടുത്തതായിരുന്നു. അതിനുവേണ്ടി കാത്തിരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. കാരണം ഞങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും കണ്ണീരിനൊടുവിൽ ഞങ്ങളുടെ പ്രാർത്ഥന പോലെ ഒരു 7-ാം തീയതി തുടങ്ങിയ ഞങ്ങളുടെ പ്രണയം 7 വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു 7-ാം തീയതി വീട്ടുകാരുടെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും ഞങ്ങൾ ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളിലേക്ക് എത്തിയ ദിവസമായിരുന്നു ഞങ്ങളുടെ കല്യാണം.